ഇനി എന്തൊക്കെയാണ് ഈ ലക്ഷണങ്ങൾ എന്ന് നോക്കാം. നമ്മുടെ കയ്യിൽ വേദന ഉണ്ടാവും. അതിൽ പ്രത്യേകിച്ചും തള്ളവിരലിലും പിന്നെ ഈ ചൂണ്ടുവിരൽ, ഇൻഡെക്സ് ഫിംഗറിന്, പിന്നെ അതുപോലെ തന്നെ മിഡിൽ ഫിംഗർ അല്ലെങ്കിൽ നടുവിരലിന് വേദന ഉണ്ടാവും. ചിലപ്പോഴൊക്കെ റിംഗ് ഫിംഗറും എഫക്റ്റഡ് ആവാറുണ്ട്. ഈ വേദന കൂടുതലായിട്ട് ഉണ്ടാകുന്നത് രാത്രിയിലാണ്. ചിലപ്പോഴൊക്കെ ഒരു സൂചി കുത്തുന്നത് പോലെയുള്ള ഒരു സെൻസേഷൻസ് ഈ വിരലുകളിൽ അനുഭവപ്പെടും. പിന്നെ അതുപോലെ തന്നെ കയ്യിൽ മരവിപ്പ് ഉണ്ടാവും. പിന്നെ ഉണ്ടാകുന്ന വേറൊരു ബുദ്ധിമുട്ടാണ്, കയ്യിൽ നീരൊന്നും ഇല്ലെങ്കിലും ഈ വിരലുകളിലൊക്കെ ഒരു നീരുള്ളത് പോലത്തെ ഒരു സെൻസേഷൻസ് ഉണ്ടാവാം. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഹോൾഡ് ചെയ്യുമ്പോൾ വളരെയധികം വീക്ക്നെസ്, കയ്യിൽ ഒരു ബലക്ഷയം അനുഭവപ്പെടാറുണ്ട്. ഇതൊക്കെയാണ് കാർപ്പൽ ടണൽ സിൻഡ്രോമിൻ്റെ ലക്ഷണങ്ങൾ. ഇനി ഈ ഒരു കാർപ്പൽ ടണൽ സിൻഡ്രോം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകാം എന്ന് നോക്കാം. തുടർച്ചയായിട്ടുള്ള കൈയിൻ്റെ ചലനങ്ങൾ, അതായത് ഇപ്പോൾ ടൈപ്പിംഗ് അല്ലെങ്കിൽ മൗസ് ഉപയോഗിക്കുക ഒക്കെയുള്ള ആ രീതിയിലൊക്കെയുള്ള കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള വർക്കൊക്കെ ചെയ്യുന്ന ആളുകളിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത്.